ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ ആര്? രാധാ വെമ്പു, ഫാൽഗുനി നായർ, സാവിത്രി ജിൻഡാൽ, റോഷ്നി മൽഹോത്ര. ഉത്തരം സാവിത്രി ജിൻഡാൽ. ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ ഒ.പി. ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ മുൻ ചെയർപേഴ്സണായിരുന്ന സാവിത്രി ജിൻഡാലാണ്. സാവിത്രി ഏഷ്യയിലെയും ഏറ്റവും ധനികയായ സ്ത്രീ കൂടിയാണ്. ഏത് രോഗത്തിനാണ് വിയർപ്പിൽ അമോണിയയുടെ മണമുണ്ടാകുന്നത്? കരൾ രോഗം, വൃക്കരോഗം, ഹൃദ്രോഗം, അർബുദം. ഉത്തരം വൃക്കരോഗം. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യൂറിയ രക്തത്തിൽ പ്രവേശിക്കാം. ഇതിനെ യുറിമിയ എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ യൂറിയ ഉണ്ടെങ്കിൽ ശരീരം വിയർപ്പിലൂടെ യൂറിയ പുറത്തുവിടുകയും ദുർഗന്ധമുണ്ടാക്കുകയും ചെയ്യും. ഒരിക്കലും മരിക്കാത്ത ജീവി ഏത്? ബ്ലോഫിഷ്, ജെല്ലി ഫിഷ്, നീരാളി, പവർ ഫിഷ്. ഉത്തരം ജെല്ലി ഫിഷ്. ജൈവശാസ്ത്രപരമായ അമർത്യം എന്ന് വിളിക്കപ്പെടുന്ന ഒരേ ഒരു ഇനം മാത്രമേ ഉള്ളൂ. അതാണ് ജെല്ലി ഫിഷ്. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരമേത്? ന്യൂയോർക്ക്, ചിക്കാഗോ, മിയാമി, ടോക്കിയോ. ഉത്തരം ന്യൂയോർക്ക്. 1920 പ്രശസ്തമായ കുതിരപ്പന്തയത്തെക്കുറിച്ചുള്ള സ്പോർട്സ് എഴുത്തുകാരനായ ജോൺ ഫിറ്റ്സ് ജെറാൾഡിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഈ പേര് പ്രശസ്തമായത്. വായിലൂടെ പ്രസവിക്കുന്ന ഒരു ജീവിവർഗമേത്? പാമ്പ്, മുതല, നീരാളി, തവള. ഉത്തരം തവള. പ്ലാറ്റിപ്പസ് തവളകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പെൺ ഉഭയജീവി ബാഹ്യബീജ സങ്കലനത്തിന് ശേഷം ആൺജീവി മുട്ട വിഴുങ്ങുകയും കുഞ്ഞുങ്ങളെ വയറ്റിൽ വളർത്തുകയും വായിലൂടെ പ്രസവിക്കുകയും ചെയ്യും. ഒരു ദിവസം ഇന്ത്യയുടെ തലസ്ഥാനമായ നഗരം? നോയിഡ, മുംബൈ, അലഹബാദ്, റോഹ്തക്ക്. ഉത്തരം അലഹബാദ്. അലഹബാദ് ഇപ്പോൾ പ്രയാഗ്രാജ് എന്നാണ് അറിയപ്പെടുന്നത്. 1858 നഗരത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യത്തിൻ്റെ ഭരണം ബ്രിട്ടീഷ് രാജവാഴ്ചയ്ക്ക് കൈമാറിയപ്പോൾ ഈ നഗരം ഒരു ദിവസത്തേക്ക് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി. എലിഫന്റ് പോളോ ഗെയിം ഏത് രാജ്യത്താണ് ഉദ്ഭവിച്ചത്? തായ്ലൻഡ്, നേപ്പാൾ, മ്യാൻമാർ, മലേഷ്യ. ഉത്തരം നേപ്പാൾ. നേപ്പാളിലെ മേഘൌലിയിലാണ് എലിഫന്റ് പോളോ ഗെയിം ഉത്ഭവിച്ചത്. നേപ്പാളിലെ ടൈഗർ ടോപ്സ് എലിഫന്റ് പോളോയുടെ ആസ്ഥാനമായും ലോക എലിഫന്റ് പോളോ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്ഥലമായും തുടരുന്നു. തിരിച്ചറിയൽ ഉപാധിയായി വിരലടയാളം ആദ്യമായി ഉപയോഗിച്ച രാജ്യം? അർജന്റീന, ജപ്പാൻ, അമേരിക്ക, ചൈന. ഉത്തരം ചൈന. തിരിച്ചറിയാനുള്ള ഉപാധിയായി ഫ്രിക്ഷൻ റിജിഡ് ഇംപ്രഷനുകൾ ഉപയോഗിച്ച ആദ്യത്തെ സംസ്കാരം ചൈനയ്ക്കാണ്. എന്നാൽ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ സംവിധാനം ആവിഷ്കരിച്ചത് അർജന്റീനയാണ്. പരീക്ഷാ ദിവസം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത്? മരച്ചീനി, ചെറുപയർ, മത്തി, ചോറ്. ഉത്തരം മരച്ചീനി. മരച്ചീനി കുട്ടികളുടെ ഓർമ്മശക്തിയെ കുറയ്ക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യമുള്ള ദിവസമേത്? ജനുവരി 21, സെപ്റ്റംബർ 23, ഫെബ്രുവരി 28, ജൂലൈ 4. ഉത്തരം സെപ്റ്റംബർ 23. മാർച്ച് 21, സെപ്റ്റംബർ 23 തീയതികളിൽ സൂര്യൻ്റെ നേരിട്ടുള്ള കിരണങ്ങൾ ഭൂമധ്യരേഖയിൽ പതിക്കുന്നു. ഈ സ്ഥാനത്ത് രണ്ട് ധ്രുവങ്ങൾക്കും സൂര്യനിലേക്ക് ചായുന്നില്ല. അതിനാൽ ഭൂമി മുഴുവൻ പകലും രാത്രിയും തുല്യസമയമാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പച്ചക്കറി ഏത്? തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബീൻസ്. ഉത്തരം ഉരുളക്കിഴങ്ങ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. മൊത്തം പച്ചക്കറി ചെലവിൽ 20% വിഹിതം ഇതിനുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.